ഹലോ എവ്രി വൺ. നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോൾ ഇങ്ങനെ ക്ലീനായിട്ട് കിച്ചൺ കാണുമ്പോൾ തന്നെ മനസ്സിന് എന്തൊരു സന്തോഷമാണ്. അപ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. സന്തോഷത്തോടുകൂടി തന്നെ നമുക്ക് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ ഊറ്റപ്പത്തിന് നമ്മുടെ അടതട്ടിക്ക് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇത് പച്ചരിയും ഉഴുന്നും നമ്മുടെ കടലപ്പരിപ്പും പിന്നെ കുറച്ച് സോയ ബീനും ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ 2-3 ചുവന്ന മുളകും കുറച്ച് നമ്മുടെ ഹോൾ പെപ്പറും ഒരു ഹാഫ് ടീസ്പൂൺ ജീരകവും ചേർത്ത് അരച്ചിരിക്കുകയാണ് ഫസ്റ്റ് ബാച്ച്. ഓൾറെഡി ഇത് ഞാൻ ഇട്ടിട്ടുണ്ട് രാവിലെ. ഇത് പക്ഷേ എളുപ്പമാണ് എനിക്കിങ്ങനെ അരച്ചിട്ട് ഉണ്ടാക്കാനായിട്ട്. തലേദിവസം രാത്രി ഇട്ടാൽ മതിയല്ലോ. പിന്നെ സെക്കൻഡ് ട്രിപ്പ് അരയ്ക്കുമ്പോൾ കുറച്ച് ചോറും കൂടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടതട്ടി ഒന്ന് സോഫ്റ്റായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോറ് ആഡ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് കായപ്പൊടിയാണ്, അതാണ് ആഡ് ചെയ്യുന്നത്. പരിപ്പൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ കായം നല്ലതാണ്. പിന്നെ ഒന്ന് അരഞ്ഞ ശേഷം ഒരു സവാളയും ആഡ് ചെയ്തു. പിന്നെ പാകത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് കരിവേപ്പിലയും. അങ്ങനെ ഇതാ മാവ് റെഡി ആയിട്ടുണ്ട്. അതിനൊരു സമ്മന്തി വേണമല്ലോ. അപ്പോൾ എണ്ണ ചൂടാക്കിയിട്ട് 1 ടീസ്പൂൺ മല്ലിയും 2 വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു മസാല സമ്മന്തിയാണ്. പിന്നെ ഒരു സവാളയും ഒരു 7-8 ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട്. ഒരു പീസ് ഇഞ്ചിയും ഒരു 4 വെളുത്തുള്ളിയും ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. കുറച്ച് കരിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ അടതട്ടിക്ക് മസാല ചട്നി നല്ലതാണ്. പിന്നെ തക്കാളി നല്ല ചെറുതായിരുന്നു, അപ്പോൾ 2 തക്കാളിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ നെല്ലിക്ക വലിപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തക്കാളി ഒന്നായ ശേഷം നാളികേരവും ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് തണുത്ത ശേഷം ഉപ്പും ചേർത്ത് അരച്ചെടുക്കാം. നമ്മുടെ അടതട്ടി മാവും റെഡിയാണ്. കല്ല് ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഒരു തവി എടുത്ത് ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ മുകളിൽ നല്ലെണ്ണയാണ് ഇടുന്നത്. ഈ അടതട്ടിക്ക് നല്ലെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അതാ വൻസരായപ്പോൾ നെക്സ്റ്റ് സൈഡ് മറിച്ചിട്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ അടതട്ടിയും റെഡിയായി കൊണ്ടുവരുന്നു. ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചുട്ടെടുക്കാൻ പോവുകയാണ്. അപ്പോഴത്തേനും നമ്മുടെ മറ്റേ സമ്മന്തിക്കുള്ളത് തണുത്തിട്ടുണ്ട്. ഉപ്പും ചേർത്ത് ഞാൻ അരച്ചെടുത്തു. ചട്നി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു, പക്ഷേ ഞാൻ വിചാരിച്ചു വേണ്ട, കട്ടി ചട്നി തന്നെ മതിയെന്നും പറഞ്ഞ് അങ്ങനെ രാവിലെ ഊറ്റപ്പത്തിന് കട്ടി ചട്നി തന്നെയാണ് എടുത്തത്. ഇത് നല്ല കോമ്പിനേഷനുമാണ് മസാല ചട്നി ഈ അടതട്ടിക്ക്. അപ്പോൾ അങ്ങനെ രാവിലെ ഇതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുറച്ച് നേരം നമ്മൾ വെറുതെ ഇരിക്കുമല്ലോ, ഒന്ന് ന്യൂസ് പേപ്പറൊക്കെ നോക്കി വാട്സാപ്പൊക്കെ നോക്കിയ ശേഷം ഉച്ചലത്തേക്ക് പണി തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് മാങ്ങ കിട്ടിയിരുന്നു. അത് ഇതാ മാങ്ങയുടെ തോലൊക്കെ ചെത്തിയിട്ട് ഞാൻ വിചാരിച്ചു മാംഗോ റൈസ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ തോലൊക്കെ ചെത്തി ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഹസ്ബൻഡ് വെളിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ജ്യൂസ് ഉണ്ടാക്കി വെക്കാമെന്ന്. അപ്പോൾ സബ്ജ സീഡ്സ് ഇതാ വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട്. ഇത് കുറച്ച് പുതിന ഇല, നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള പുതിന ഇലയാണ്. പഞ്ചസാരയും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചു. പിന്നെ നാരങ്ങ പിഴിഞ്ഞ് അത് നമ്മുടെ ഈ അടിച്ച വെള്ളത്തിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. കുറച്ച് തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ അങ്ങോട്ട് ഫിൽട്ടർ ചെയ്തെടുത്തു. അപ്പോൾ അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി നാരങ്ങ ജ്യൂസ് റെഡിയായി. അപ്പോഴത്തേനും ഹസ്ബൻഡും പുറത്ത് പോയ ഹസ്ബൻഡ് തിരിച്ചെത്തുകയും ചെയ്തു. അപ്പോൾ വെള്ളം റെഡിയായപ്പോൾ സബ്ജ സീഡും കുതിർന്നിട്ടുണ്ടായിരുന്നു, അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ നാരങ്ങ ജ്യൂസ് റെഡി. അപ്പോൾ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ പിന്നെ ഓർഗനൈസ് ചെയ്യണമല്ലോ. അപ്പോൾ തക്കാളി, മറ്റേ ലെമൺ, ഇതൊക്കെ ഓരോ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലാക്കി ഫ്രിഡ്ജിൽ വെച്ചു. ബാക്കിയുള്ള ഗ്രോസറി ഐറ്റംസൊക്കെ എടുത്ത് വെച്ചു. വേറെയും വെജിറ്റബിളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ എടുത്ത് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചു. മാങ്ങ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാരറ്റും പച്ചടി ഉണ്ടാക്കാൻ വിചാരിച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തു. എണ്ണ ചൂടാക്കാൻ വെച്ചു. പാനിൽ സവാള ഇട്ട് കൊടുത്തു, പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില. ഇത് നമ്മുടെ ക്യാരറ്റ് പച്ചടിക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന് വഴറ്റി കൊടുക്കാം. സവാളയ്ക്ക് ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മുടെ ക്യാരറ്റ് ഓൾറെഡി ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ക്യാരറ്റും ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മറ്റേ മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം. പിന്നെ മാംഗോ റൈസിന് പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം.
ഞാൻ ഇപ്പോൾ റിഫൈൻഡ് ഓയിലാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എണ്ണ ആഡ് ചെയ്ത ശേഷം ഇതിന് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, ഇത് രണ്ടും ആഡ് ചെയ്ത ശേഷം നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ കടലപ്പരിപ്പും ഉഴുന്നും മൂത്ത് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ നിലക്കടലയും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ റൈസ് കഴിക്കുമ്പോൾ ഇതെല്ലാം കടിക്കാൻ കിട്ടും. അപ്പോൾ അതൊരു ടേസ്റ്റാണ്. അപ്പോൾ നിലക്കടലയും നന്നായിട്ടൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് അല്ല, എന്താ പറയുക, മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക്, 1 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്, പിന്നെ കുറച്ച് ഇഞ്ചിയും കരിവേപ്പിലയും ഇതും കൂടെ ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ മാംഗോ ഇങ്ങനെ ചെനച്ച മാങ്ങയാണ്, അധികം പുളിയില്ല. ഒരു പുളിയും കുറച്ചൊരു മധുരം വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ, അധികം പുളിയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ മാംഗോ ഗ്രേറ്റ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മാങ്ങയ്ക്കൊന്നായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നപോലെ തന്നെ ഉപ്പും ഇപ്പോൾ ചോറിനും വേണ്ടിയിട്ടും ചേർത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം ഉപ്പും മഞ്ഞളും ഒക്കെ നന്നായിട്ട് മാങ്ങയിലേക്ക് പിടിക്കട്ടെ. പിന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം മാങ്ങയെല്ലാം ആയിട്ടുണ്ട്. നമ്മുടെ ചോറ് അവിടെ വാർത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ നോർമൽ വൈറ്റ് റൈസ് തന്നെ, ഏത് റൈസാണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അതേ റൈസ് തന്നെ. ഇതാ വെള്ളം വയ്ക്കാൻ പോയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് നമ്മുടെ ഈ മാങ്ങ സാദത്തിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. മാംഗോ റൈസിന് വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ മാങ്ങ സാദം, എന്ത് വേണേലും പറയാം. അപ്പോൾ അതങ്ങനെ നമ്മുടെ മാംഗോ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു ടേസ്റ്റൊക്കെ ഉണ്ട് കഴിക്കാനായിട്ട്. ഇവിടെ നമ്മുടെ ക്യാരറ്റ് പച്ചടിക്ക് തണുത്തു. അപ്പോൾ ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം, തൈരും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പപ്പടം കാച്ചാമെന്ന് വിചാരിച്ചു, പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ടാന്ന്. അപ്പോൾ ഉച്ചലത്തേക്ക് ഇതായിരുന്നു മാംഗോ റൈസും ക്യാരറ്റ് പച്ചടി. അപ്പോൾ ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാവുമല്ലോ പാത്രമൊക്കെ കഴുകാൻ. പാത്രമൊക്കെ കഴുകി പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മീ ടൈമാണ്. അപ്പോൾ പാത്രമൊക്കെ കഴുകിയ ശേഷം കുറച്ച് നേരം വന്ന് ഞാൻ ബുക്ക് വായിക്കാൻ, ഇപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് നാളായിട്ട് റീഡിങ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്ക് എൻ്റെ മോളൊരു ബുക്ക് പറഞ്ഞിരുന്നു, നല്ലതാണ് വായിക്കണം എന്നും പറഞ്ഞുകൊണ്ട്. മൈ ഗ്രാൻഡ് മദർ സെൻസ് ഹർ റിഗാർഡ്സ് ആൻഡ് അപ്പോളജൈസസ് എന്നും പറഞ്ഞിട്ട് ഫ്രെഡറിക് ബാക്ക്മാൻ്റെ. അപ്പോൾ ഇപ്പോൾ ഇത് വായിച്ച് തുടങ്ങിയിട്ടുണ്ട് ഞാൻ. ഫ്യൂ പേജസേ ആയിട്ടുള്ളൂ, പക്ഷെ നല്ല രസമുണ്ട്. ആ ഒരു ബോണ്ടിങ് ബിറ്റ്വീൻ ഗ്രാൻഡ് മദർ ആൻഡ് ഗ്രാൻഡ് ഡോട്ടർ ഇതുവരെ വായിച്ചതിൽ. അപ്പോൾ എനിക്കിഷ്ടമായി, കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടമാവും. അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾക്കൊക്കെ ഈ ബുക്ക് വേണമെങ്കിൽ മേടിച്ചിട്ട് വായിക്കാം. മൈ ഗ്രാൻഡ് മദർ സെൻസ് ഹർ റിഗാർഡ്സ് ആൻഡ് അപ്പോളജൈസസ് എന്നും പറഞ്ഞിട്ട് ഇവിടം വരെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ റീഡിങ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് നേരം TV കണ്ടു ഞാൻ. നമ്മുടെ കരിക്ക, എനിക്കിഷ്ടമാണ്, അത് കോമഡിയാണല്ലോ. അപ്പോൾ ഇതും കുറച്ച് നേരം ഇരുന്ന് കണ്ടു. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ എൻ്റെ ഡേ ഞാൻ സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഈ മാംഗോ റൈസ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടമാകും. ഇപ്പം മാംഗോ സീസണും ആണല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.